അതായത് കള്ള വോട്ടുകൾ, വോട്ട് ഇരട്ടിപ്പിക്കൽ, ഇവയൊക്കെ ഒഴിവാക്കുന്നതിന് വേണ്ടി മാത്രമാണ് ഈ പ്രക്രിയ ഇപ്പോൾ ഇവിടെ നടക്കുന്നത്. അതിനെ എന്തിനാ പേടിക്കുന്നത്? അല്ല, പേടിയല്ല സതീശൻ. ഞാൻ പേടിക്കേണ്ട ആവശ്യമില്ലല്ലോ. ഞാൻ ഇന്ത്യയിൽ ജനിച്ചു വളർന്ന ഇന്ത്യൻ പൗരത്വ രേഖകളുള്ള ഒരാളാണ്. എനിക്ക് വോട്ടില്ല. അതൊരു പ്രശ്നമല്ലേ? അതല്ലേ പറഞ്ഞത്. ഞാൻ പറയാം, അതിലേക്ക് കടന്നു വരികയാണ്. ഇപ്പം നിജേഷ് ഇവിടെ പറഞ്ഞല്ലോ, ഇവരുടെ രണ്ട് കൂട്ടരുടെയും പേടി എന്താണെന്ന് പറഞ്ഞാൽ, നിജേഷ് ഇവിടെ പറഞ്ഞ എന്താണ്, BJP എഡ്ജിൽ നിൽക്കുന്ന സ്ഥലത്ത് ഇത് അപകടമാണ് എന്നുള്ള രീതിയിൽ അദ്ദേഹം ഇവിടെ പറഞ്ഞു. അപ്പോൾ തന്നെ മനസ്സിലാവും ഇത് എന്തുകൊണ്ടാണ് ഈ രീതിയിൽ. ഇപ്പം ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഞങ്ങൾ പേടിക്കാത്ത എന്താണ്, ഞങ്ങളിവിടെ കള്ളവോട്ടൊന്നും ചേർത്തിട്ടില്ല. കള്ളവോട്ട് ചേർത്തവർ തീർച്ചയായിട്ടും ഇത് പേടിക്കേണ്ട അവസ്ഥ. കള്ളവോട്ട് ചേർത്തിട്ടില്ല എന്നെങ്ങനെയാണ് ധൈര്യത്തോടെ അതാണ് ഇതിന്റെ മെയിൻ കാരണം. തൃശ്ശൂർ ലോക്സഭാ മണ്ഡലത്തിൽ ഉണ്ടായിരുന്ന വോട്ടുകൾ കുത്തനെ കുറഞ്ഞു. ആ വന്നവരൊക്കെ തിരിച്ചുപോയി. വന്ന് വോട്ട് ചെയ്ത ആളുകളൊക്കെ തിരിച്ചു. അത് ഉണ്ണികൃഷ്ണൻ, BJP നേതാവ് ഉണ്ണികൃഷ്ണൻ ആവട്ടെ, സുരേഷ് ഗോപിയുടെ ചേട്ടൻ സുഭാഷ് ഗോപി ആവട്ടെ, എല്ലാവരും തിരിച്ചുപോയി. അത് കള്ളവോട്ടല്ലാതെ പറ്റുന്നതാണ്. ഞങ്ങൾ കാശ്മീരിൽ നിന്ന് വരെ വോട്ട് കൊണ്ട് ചേർക്കുമെന്ന് പറഞ്ഞ നേതാക്കൾ അവിടെ ഏതാ, ഞങ്ങൾ കാശ്മീരിൽ നിന്ന് വേണമെങ്കിൽ വോട്ട് ഇവിടെ കൊണ്ട് ചേർക്കും, ആര് വേണമെങ്കിൽ തടഞ്ഞോളൂ എന്ന് BJPയുടെ വക്താവ് ചാനലിൽ പറഞ്ഞത് നമ്മളൊക്കെ കേട്ടിട്ടുണ്ട്. ശ്രീ സതീഷ്, അല്ല അതെ ഇപ്പൊ അവിടെ തൃശ്ശൂർ സ്ഥിരതാമസമായി ആക്കി കഴിഞ്ഞാൽ അവർക്ക് അവരുടെ വോട്ട് ചേർക്കണ്ടേ? അല്ല, സ്ഥിരതാമസം അല്ലാതെ നോക്കൂ. അപ്പൊ അതവിടെ നിൽക്കട്ടെ. അല്ലല്ല, അത് നിൽക്കല്ലേ. SIR പ്രക്രിയയ്ക്ക് ശേഷം വന്ന കരട് വോട്ടർ പട്ടികയിൽ സുരേഷ് ഗോപിയുടെ ചേട്ടനും BJP നേതാവ് ഉണ്ണികൃഷ്ണ വോട്ടുണ്ടോ? വോട്ടില്ല. സുരേഷ് ഗോപി അവിടെ വീടെടുത്ത് അവിടെ സ്ഥിരതാമസമായിട്ട് സുരേഷ് ഗോപിയുടെ ചേട്ടൻ വോട്ട് ചെയ്തിരുന്നു. ചേട്ടൻ ഇപ്പോൾ വോട്ടില്ല. BJP നേതാവ് ഉണ്ണികൃഷ്ണൻ മാസ്റ്റർക്ക് സ്ഥിരതാമസമാക്കിയത് കേരള വർമ്മ കോളേജിലെ ഒരു ലെക്ചറുടെ വീട് വിറ്റു. എപ്പോ ഈ സുരേഷ് ഗോപി ഉണ്ണികൃഷ്ണൻ മാസ്റ്റർ ഒറ്റ സമയമാണ് വീട് വിറ്റ് മാറിയത്. ഇപ്പൊ നമ്മള് ഇതിലേക്ക് തന്നെ തിരിച്ചു വരാം. ഇപ്പൊ ഇവരുടെ രണ്ടു കൂട്ടരുടെയും പേടി ഇതാണ്. കാരണം എന്ന് വെച്ചാൽ ഈ കള്ള വോട്ടുകളൊക്കെ വെട്ടിക്കളയും. അപ്പം ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം, BJPയെ സംബന്ധിച്ചിടത്തോളം, ദേശീയ ജനാധിപത്യ സഖ്യത്തെ സംബന്ധിച്ചിടത്തോളം ഞങ്ങൾക്കൊരു പേടിയുടെ ആവശ്യമില്ല. കാരണം ഞങ്ങൾ കള്ള വോട്ടുകളൊന്നും ചേർത്തിട്ടില്ല. 58,828 വോട്ടാണ് തിരുവനന്തപുരം മണ്ഡലത്തിൽ. നോക്കൂ, 58,282 വോട്ടാണ് തിരുവനന്തപുരം മണ്ഡലം. 28% വോട്ട് വെട്ടിമാറ്റിയ SIR-ൽ. ഈ വോട്ടർമാർ ആരാണെന്ന് അറിയണ്ടേ BJPക്കും NDAക്കും? കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിന് മുമ്പ് ഈ പ്രക്രിയ ചെയ്തിരുന്നെങ്കിൽ അവിടെ BJPയുടെ സംസ്ഥാന പ്രസിഡന്റ് ശ്രീ രാജീവ് ചന്ദ്രശേഖർ ജയിക്കുമായിരുന്നു.